ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജീൻ്റെ 2019 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇല്ലുസ്ട്രേഷൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദി ടൈപ്പ് ഓഫ് ദി നെർവ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ, ഈ ഒരു ഫ്ലോ ചാർട്ടിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏത് നെർവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെങ്കിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇമ്പൾസസിന് എത്തിക്കുന്ന നെർവ് ഏതാണ്? സെൻസറി നെർവ്സ് ആണ്. സെക്കൻഡ്, അനലൈസ് ദി ഗിവൺ സിറ്റുവേഷൻസ്. Identify the part of the central nervous system that controls the situation in each. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഏത് ഭാഗമാണ് താഴെ കൊടുത്ത സന്ദർഭങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? ഐസ് ആർ ബ്ലിങ്കഡ് വെൻ ഫ്ലൈസ് അപ്രോച്ച് ദം. ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബ്രെയിൻ ആണ്. സെക്കൻഡ്, ഹാൻഡ്സ് ആർ വിത്ഡ്രോൺ വെൻ ടച്ച്ഡ് ഓൺ ഹോട്ട് ഒബ്ജക്റ്റ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ സ്പൈനൽ കോഡാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദി നെയിം ഓഫ് ദി ഫോട്ടോ റിസപ്റ്റർ ഗിവൺ ബിലോ. നെയിം ദി പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. കൂട്ടുകാരെ, ഇവിടെ തന്നിരിക്കുന്നത് ഏത് ഫോട്ടോ റിസപ്റ്ററാണ്? കോൺ സെല്ലാണ്. അതെങ്ങനെയാണ് നമുക്ക് കോണാണെന്ന് മനസ്സിലായത്? കൂട്ടുകാർക്ക് അതിൻ്റെ എൻഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം അതൊരു കോൺ ഷേപ്പ്ഡ് ആയിട്ടാണ് ഉള്ളത്. ഇനി റോഡ് സെല്ലാണെങ്കിൽ അത് റോഡ് ഷേപ്പ്ഡ് ആയിരിക്കും. കോൺ സെല്ല് കാണുന്ന പിഗ്മെൻറ്റ് ഏതാണ്? ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിന് നമ്മൾ അല്ലെങ്കിൽ ഐഡോപ്സിൻ എന്നും പറയും. ഐഡൻറ്റിഫൈ ദി വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. വേർഡ് റിലേഷന് കണ്ടെത്തി തന്നിരിക്കുന്ന കോളം പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് എത്തിലീനാണ്. അതിനുശേഷം എത്തിലീൻ്റെ ഫംഗ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. എത്തിലീൻ്റെ ഫംഗ്ഷൻ എന്താണ്? റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. അടുത്തത് എത്തിഫോൺ. എത്തിഫോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ലാറ്റസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദി പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം ഇൻ വിച്ച് എക്സ് ഈസ് പ്രസൻറ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചിത്രം നന്നായി നിരീക്ഷിച്ച് അതിനുശേഷം ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് കണ്ടെത്തുകയും വേണം. കൂടാതെ എക്സ് പ്രസൻറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിലെ പാർട്സും എഴുതണം. എക്സ് എന്ന് പറയുന്നത് മൈലിൻ ഷീത്തും ആവാം, ഷ്വാൻസെൽ ആവാം. മൈലിൻ ഷീത്ത് എന്ന് എഴുതിയാലും ഷ്വാൻസെൽ എന്ന് എഴുതിയാലും മാർക്കുണ്ട്. എക്സ് ഈസ് പ്രസൻറ്റഡ് നെർവ് പാർട്ട് ഈസ് ആക്സോൺ. ആക്സോണിലാണ് ഈ മൈലിൻ ഷീത്തും ഷ്വാൻസെൽസും ഒക്കെ നമ്മൾ കാണുന്നത്. വിച്ച് ഹാസ് ആക്സോണേറ്റ്സ് ആൻഡ് സിനാപ്റ്റിക് നെർവ്. അതിലെന്തൊക്കെയുണ്ട്? ആക്സോണേറ്റ്സ് ഉണ്ട്, സിനാപ്റ്റിക് നെർവ് ഉണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്. റേഡിയൽ മസിൽസ് ഡിം ലൈറ്റിലാണ് കോൺട്രാക്ട് ചെയ്യുക. സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്. സർക്കുലർ മസിൽസ് ആണ് ഡിം ലൈറ്റിൽ കോൺട്രാക്ട് ചെയ്യുന്നത്. പ്യൂപ്പിൾ കോൺട്രാക്ട്സ് ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ പ്യൂപ്പിൾ ചെറുതാകും. പ്യൂപ്പിൾ ഡയലേറ്റ്സ് ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ പ്യൂപ്പിൾ വലുതാകും. ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളത്? റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിലാണ് റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത്. പ്യൂപ്പിൾ ഡയലേറ്റ്സ് ഇൻ ഡിം ലൈറ്റ്. പ്യൂപ്പിള് ഡിം ലൈറ്റിലാണ് വലുതാകുന്നത് അഥവാ വികസിക്കുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, അറേഞ്ച് സീക്വൻഷ്യലി ദി പ്രോസസ്സസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു സെൻസ് ഓഫ് സ്മെൽ. ഇവിടെ നമുക്ക് സെൻസ് ഓഫ് സ്മെല്ലിൻ്റെ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും? ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഫ്രം ദി എയർ എൻറ്റേഴ്സ് ദി നേസൽ കാവിറ്റി. ആദ്യം എയറിലുള്ള പാർട്ടിക്കിൾസൊക്കെ നേസൽ കാവിറ്റിയിൽ എത്തും. ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദി മ്യൂക്കസ് പ്രസൻറ്റ് ഇൻ ദി നേസൽ കാവിറ്റി. നേസൽ കാവിറ്റിയിലുള്ള മ്യൂക്കസിൽ ഈ പാർട്ടിക്കിൾസൊക്കെ ഡിസോൾവ് ആവും. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇമ്പൾസസ് ആർ ഫോംഡ്. അപ്പോൾ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്താവും? സ്റ്റിമുലേറ്റഡ് ആകും, ഇമ്പൾസസ് ഫോം ചെയ്യും. ഇമ്പൾസസ് റീച്ച് ദി സെറിബ്രം ആൻഡ് ഫീൽ സെൻസ് ഓഫ് സ്മെൽ. അങ്ങനെ ഇമ്പൾസസ് എവിടെ എത്തും? സെറിബ്രത്തിലെത്തും. അതിനുശേഷം നമുക്ക് സെൻസ് ഓഫ് സ്മെല്ല് അനുഭവപ്പെടും. അനലൈസ് ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇല്ലുസ്ട്രേഷൻ നോക്കി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദി പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എ ആൻഡ് ബി. എയും ബിയും എന്താണെന്ന് കണ്ടെത്തണം. കൂട്ടുകാർ, ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു സ്പൈനൽ കോഡിൻ്റെ കോർ സെക്ഷനാണ്. അതിൽ എയും ബിയും എന്താണ്? എ ഡോർസൽ റൂട്ടും ബി വെൻട്രൽ റൂട്ടും. ഹൗ ഡു എ ആൻഡ് ബി ഡിഫർ ഇൻ ഫംഗ്ഷൻ? എൻ്റെയും ബിൻ്റെയും, അതായത് ഡോർസൽ റൂട്ടിൻ്റെയും വെൻട്രൽ റൂട്ടിൻ്റെയും ഫംഗ്ഷനിൽ എന്താണ് വ്യത്യാസം? ഡോർസൽ റൂട്ട് ഈസ് സെൻസറി, ക്യാരീസ് ഇമ്പൾസസ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഡോർസൽ റൂട്ട് എന്താണ് ചെയ്യുന്നത്? ഇമ്പൾസസിനെ ബ്രെയിനിലും സ്പൈനൽ കോഡിലേക്കും എത്തിക്കും. വെൻട്രൽ റൂട്ട് ഈസ് മോട്ടോർ, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് മോട്ടോർ നെർവാണ്. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള ഇമ്പൾസസിനെ എത്തിക്കലാണ് വെൻട്രൽ റൂട്ട് ചെയ്യുന്നത്. നയൻത്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇൻഡിക്കേറ്റർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ദി കവറിംഗ് ഓഫ് ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സ്ക്ലീറ എക്സെപ്റ്റ് കോർണിയ. നെയിം ദി കവറിംഗ് മെൻഷൻഡ് എബവ്. കോർണിയ ഒഴികെയുള്ള സ്ക്ലീറയിലെ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്യുന്നത്, ആ കവറിങ്ങിൻ്റെ പേരെന്താണ്? കൺജക്റ്റീവ. ഹൗ ഡസ് ദി പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ എഫക്ട് ദി കവറിംഗ്?
വിറ്റാമിൻ എൻ്റെ പ്രോലോങ്ഡ് ഡെഫിഷ്യൻസി, അത് കുറേ ആഴ്ചയുള്ള ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഈ കൺജക്റ്റീവയെ എഫക്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, വിറ്റാമിൻ എൻ്റെ പ്രോലോങ്ഡ് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഐ ഡിസീസ് അനുഭവപ്പെടും, സിറോഫ്താൽമിയ. സിറോഫ്താൽമിയയിൽ കൺജക്റ്റീവ ബിക്കംസ് ഡ്രൈ ആൻഡ് ഒപെക്. 10th ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. കൂട്ടുകാരെ, ഇവിടെ സെൻസ് ഓഫ് വിഷൻ്റെ ഫ്ലോ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫില്ലപ്പ് എ ആൻഡ് ബി അപ്രോപ്രിയേറ്റ്ലി. ഫ്ലോ ചാർട്ടിൽ എയും ബിയും എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റിലെ ലൈറ്റ് റേസ് നമ്മുടെ കോർണിയയിലൂടെ ചെന്ന് ആ പ്യൂപ്പിളിലൂടെ എവിടെ എത്തും? റെറ്റിനയിലാണ് എത്തുന്നത് അല്ലേ? ഇമേജ് ഇസ് ഫോംഡ് ഓൺ റെറ്റിന. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. സോ എ ഈസ് റെറ്റിന. റെറ്റിനയിൽ നിന്ന് ഇമ്പൾസസ് ജനറേറ്റ് ആവും. അത് ഏതിലൂടെയാണ് സെറിബ്രത്തിലെത്തുന്നത്? ഒപ്റ്റിക് നെർവിലൂടെയാണ് സെറിബ്രത്തിലെത്തുന്നത്. നിങ്ങൾക്ക് ഒപ്റ്റിക് നെർവ് എന്ന് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ നെർവ് എന്നെങ്കിലും എഴുതി വെക്കണം. ഹൗ ആർ ഇമ്പൾസസ് ജനറേറ്റ് വെൻ ഇമേജ് ഇസ് ഫോംഡ്? ഇമേജ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇമ്പൾസസ് ഉണ്ടാകുന്നത്? അണ്ടർ ദി ഡിം ലൈറ്റ്, റോഡോപ്സിൻ ഇൻ ദി റോഡ് സെൽസ് ഡിസസോസിയേറ്റ്, ആൻഡ് അണ്ടർ ഇൻറ്റൻസ് ലൈറ്റ്, ഫോട്ടോപ്സിൻ or ഐഡോപ്സിൻ ഇൻ ദി കോൺ സെൽസ് ഡിസസോസിയേറ്റ് ടു ജനറേറ്റ് ഇമ്പൾസസ്. ഡിം ലൈറ്റിലുള്ള റോഡ് സെൽസിലുള്ള റോഡോപ്സിൻ ഡിസോസിയേറ്റ് ആകും. ഇൻറ്റൻസ് ലൈറ്റിൽ കോൺ സെൽസിലുള്ള ഫോട്ടോപ്സിൻ ഡിസോസിയേറ്റ് ആകും. ഇവരിങ്ങനെ ഡിസോസിയേറ്റ് ആകുമ്പോഴാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്. Analyze the given sentence from a science article and answer the questions. The hormone of the endocrine glands present on kidneys prepare our body to meet emergencies. Which is the gland indicated above? എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ഹൗ ഡസ് ദിസ് ഗ്ലാൻഡ് പ്രിപ്പയർ അവർ ബോഡി ടു മീറ്റ് എമർജൻസീസ്? എപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം അഡ്രിനൽ ഗ്ലാൻഡ്സ് ആക്ട് അലോങ് വിത്ത് ദി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം so as to prepare our body to meet emergencies. 12th question, observe the figure related to the structure of ear and answer the following. Identify and name the part indicated as A. ഇവിടെ എ അടയാളപ്പെടുത്തിയിട്ടുള്ള പാർട്ട് ഏതാണ്? ഇയർ ഓസിക്കിൾസ് ആണ്. ഇയർ ഓസിക്കിൾസിൽ നമ്മൾ 3 ബോൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, മാലിയസ്, ഇൻകസ്, ടേപ്പസ്. ഹൗ ഡസ് ദിസ് പാർട്ട് ഇൻഫ്ലുവൻസ് ദി സെൻസ് ഓഫ് ഹിയറിംഗ്? എങ്ങനെയാണ് ഇയർ ഓസിക്കിൾസ് സെൻസ് ഓഫ് ഹിയറിംഗിന് സഹായിക്കുന്നത്? Ear ossicles amplify and transmit vibration from tympanum to internal ear. തിംഫാനത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷനൊക്കെ ഇൻറ്റേർണൽ ഐയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഇയർ ഓസിക്കിൾസ് ആണ്. അടുത്തതായിട്ട് മാച്ച് ദി ഫോളോയിങ് ആണ്. ഇവിടെ 2 തിരിച്ച് ടേബിൾ കാണാം. ഓർഗാനിസം, പാർട്ട് വേർ റിസെപ്റ്റേഴ്സ് ആർ സീൻ. ഇവിടെ കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എവിടെയാണ് റിസെപ്റ്റേഴ്സ് കാണുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ഷാർക്കാണ്. ഷാർക്കിൻ്റേത് ലാച്ചുറൽ ലൈൻസ് ആണ്. സെക്കൻഡ് സ്നേക്ക്, ജാക്കോബ്സൺസ് ഓർഗൻ. ഫ്ലൈ, ഒമേറ്റിഡിയ. പ്ലെനേറിയ, ഐസ്പോട്ട്. ഗീവ് റീസൺസ് ഫോർ ദി ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ റീസൺ, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തണം. ദി ഇന്നർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഈസ് സീൻ ഇൻ വൈറ്റ് കളർ. സെറിബ്രത്തിൻ്റെ ഇന്നർ പാർട്ട്, ഉള്ളിലുള്ള ഭാഗം വൈറ്റ് കളറാണ്. അതിൻ്റെ റീസൺ എന്താണ്? ദി ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രം ഇസ് മെയ്ഡ് ഓഫ് മൈലിനേറ്റഡ് ന്യൂറോൺസ്. മൈലിനേറ്റഡ് ന്യൂറോൺസ് ഉപയോഗിച്ചാണ് സെറിബ്രത്തിൻ്റെ ഇന്നർ പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതായി, ഓൾ സ്പൈനൽ നെർവ്സ് ആർ മിക്സഡ് നെർവ്. എല്ലാ സ്പൈനൽ നെർവ്സും മിക്സഡ് നെർവാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ദ സ്പൈനൽ നെർവ്സ് കണ്ടെയ്ൻ ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ നെർവ്സ്. സ്പൈനൽ നെർവ്സിൽ എന്തൊക്കെയുണ്ട്? മോട്ടോർ നെർവ്സ് ഉണ്ട്, സെൻസറി നെർവ്സ് ഉണ്ട്. ഡോർസൽ റൂട്ട് സെൻസറി നെർവും ആണ്, വെൻട്രൽ നോട്ട് മോട്ടോർ നെർവും ആണ്. ഡാമേജ് ടു മെഡുല ഒബ്ലാങ്കട്ട മേ കോസ് സഡൻ ഡെത്ത്. മെഡുല ഒബ്ലാങ്കട്ടയ്ക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സഡൻ ഡെത്തിന്, പെട്ടെന്നുള്ള മരണത്തിന് കാരണമാവും. എന്തുകൊണ്ടാണ്? ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ് കൺട്രോൾ ബൈ മെഡുല ഒബ്ലാങ്കട്ട സ്റ്റോപ്പ്. ഇൻവോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലാങ്കട്ടയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻസ്, ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഇതെല്ലാം എന്താവും? സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ സഡൻ ഡെത്തിന് അത് റീസൺ ആവും. അനലൈസ് ദി ഫിഗേഴ്സ് റിലേറ്റഡ് ടു ദി പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ഐ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഐൻ്റെ പവർ ഓഫ് അക്കമഡേഷനുമായി ബന്ധപ്പെട്ടുള്ള 2 ഫിഗേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി നിരീക്ഷിച്ച് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വിച്ച് ഈസ് ദ ഫിഗർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ചേഞ്ച് ഇൻ ലെൻസ് വൈൽ വ്യൂവിങ് നിയർ ഒബ്ജക്ട്സ്? അടുത്തുള്ള ഒബ്ജക്ട്സുകൾ, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ലെൻസിലുണ്ടാകുന്ന ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫിഗർ ഏതാണ്? ഫസ്റ്റ് ഫിഗറാണ്. വാട്ട് ചേഞ്ച് എക്വർ ഇൻ ദി കർവേച്ചർ ഓഫ് ലെൻസ് വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്? ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ കാണുമ്പോൾ ലെൻസിൻ്റെ കർവേച്ചറിനുണ്ടാകുന്ന മാറ്റം എന്താണ്? ഹൗ ഡു സിലറി മസിൽസ് ആൻഡ് ലിഗമെൻറ്റ്സ് ഹെൽപ്പ് ഫോർ ദിസ്? എങ്ങനെയാണ് സിലറി മസിൽസും ലിഗമെൻറ്റ്സും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ദൂരെയുള്ള ഒബ്ജക്ട്സിനെ കാണുമ്പം കർവേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. സിലറി മസിൽസ് ആ സമയത്ത് റിലാക്സ് ആവുകയും ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും.
Curvature decreases, ciliary muscles relax, and ligaments stretch. Analyze the graph showing the level of blood calcium in different persons and answer the questions. അതായത് ഇവിടെ 5 വ്യക്തികളുടെ ബ്ലഡ് കാൽഷ്യം ലെവൽ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിനുത്തരം എഴുതാം. ഹൂ ആർ ദി പേഴ്സൺസ് ഹാവിങ് നോർമൽ കാൽഷ്യം ലെവൽ? ആർക്കൊക്കെയാണ് നോർമൽ കാൽഷ്യം ലെവൽ ഉള്ളത്? പേഴ്സൺ ബി, സി ആൻഡ് ഇ. ഈ 3 പേർക്കാണ് നോർമൽ കാൽഷ്യം ലെവൽ ഉള്ളത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിഫറൻസ് ഇൻ കാൽഷ്യം ലെവൽ ഇൻ എ, ഇൻ ഡി? എയിലും ഡിയിലും കാൽഷ്യം ലെവലിൽ ഡിഫറൻസ് ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് പാരാതോർമോൺ ഇൻ എ ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് കാൽസിറ്റോണിൻ ഇൻ ഡി. എ എന്ന വ്യക്തിയിൽ പാരാതോർമോണിൻ്റെ ഡെഫിഷ്യൻസിയും ഡി എന്ന വ്യക്തിയിൽ കാൽസിറ്റോണിൻ്റെ ഡെഫിഷ്യൻസിയുമാണ് ഇതിന് കാരണം. അനലൈസ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ നോക്കി താഴെ കൊടുത്തിരിക്കുന്നതിന് ആൻസർ ചെയ്യുക. ഐഡൻറ്റിഫൈ ദി പാർട്സ് എ ആൻഡ് ബി. എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? എ ഓവൽ വിൻഡോ, ബി റൗണ്ട് വിൻഡോ. ഹൗ ഡു ദി ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് ഇൻ കോക്ലിയ ഹെൽപ്പ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്? കോക്ലിയയിലെ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ഇമ്പൾസസിനെ ഫോം ചെയ്യുന്നതിൽ സഹായിക്കുന്നത്? ഡ്യൂ ടു ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് ദി ഹെയർ സെൽസ് ഓർ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് സീൻ ഇൻ ദി ഓർഗൻ ഓഫ് കോർട്ടി സ്റ്റിമുലേറ്റ് ഫോം ഇമ്പൾസസ്. ഫ്ലൂയിഡ്സിന് മൂവ്മെൻറ്റ്സ് സംഭവിക്കുമ്പോൾ ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ള ഹെയർ സെൽസ് അല്ലെങ്കിൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇമ്പൾസസ് ഫോം ചെയ്യും. അനലൈസ് ദി ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഐ ഡിസീസ്. ഐ ഡിസീസുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ നോക്കുക. അറേഞ്ച് ദം ഇൻ ദി ടേബിൾ ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ ടൈറ്റിൽസ്. ടൈറ്റിൽസ് കൊടുത്ത് അത് ടേബിളിലാക്കി തിരിക്കുക. റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഡസ് നോട്ട് അക്വർ. അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാതിരിക്കുക. അത് ഏത് ഐ ഡിസീസിൻ്റെ റീസൺ ആണ്? ഗ്ലോക്കോമ. ഡിഫക്ട്സ് ഇൻ കോൺസെൽസ്. കോൺസെൽസിൽ ഡിഫക്ട്സ് ഉണ്ടാവുക. ഇത് കളർ ബ്ലൈൻഡ്നെസ്സിൽ പെടുന്നതാണ്. ലേസർ ട്രീറ്റ്മെൻറ്റ് ഈസ് ദ റെമഡി. എന്തിൻ്റെ റെമഡിയാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്? ഗ്ലോക്കോമയുടെ റെമഡിയാണ്. ഐ ലെൻസ് ബിക്കം ഒപ്പക്. ലെൻസ് ഒപ്പക് ആവും. ലെൻസ് ഒപ്പക് ആവുന്ന ഐ ഡിസീസ് ഏതായിരുന്നു? കാറ്ററാക്റ്റ് ആണ്, തിമിരം. ഇവിടെ നമുക്ക് 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. ടു വിച്ച് ഗ്ലാൻഡ് ദി ഡിസീസ് എ ആൻഡ് ബി റിലേറ്റഡ്? ഏത് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടതാണ് എയും ബിയും? തൈറോയിഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടതാണ്. ഹൗ ഡസ് ദി ഡിസീസ് എ ഡിഫർ ഫ്രം ബി? ഡിസീസ് എയും ഡിസീസ് ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എ ഇസ് എ ഹോർമോൺ ഡിസീസ്. എ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഡിസീസാണ് ഡ്യൂ ടു ഹൈപ്പോതൈറോയിഡിസം. വൈൽ ബി ഇസ് എ ഡെഫിഷ്യൻസി ഡിസീസ്. ഡി എന്ന് പറയുന്നത് ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. അയഡിൻ്റെ ഡെഫിഷ്യൻസി മൂലം സംഭവിക്കുന്നത്. സജസ്റ്റ് എ ഫുഡ് ഹാബിറ്റ് ദാറ്റ് പ്രിവെൻറ്റ് ദി ഡിസീസ് കണ്ടീഷൻ ബി. ഡിസീസ് ബി അതായത് ഗോയിറ്ററി തടയാനായിട്ട് ഒരു ഫുഡ് ഹാബിറ്റ് സജസ്റ്റ് ചെയ്യുക. ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ഇൻ ഡെയിലി ഡയറ്റ്. 20th ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ഇവിടെ ഡിസീസ് കോസ് സിംറ്റംസ് എന്നിങ്ങനെ 3 തിരിച്ചൊരു ടേബിൾ കാണാം. ആദ്യത്തെ കൊളത്തിൽ കോസ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ, എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദി ബ്രെയിൻ ഗെറ്റ് റിഡ്യൂസ്ഡ്. ബ്രെയിനിൽ ഡോപ്പമൈൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? പാർക്കിൻസൺസ് ആണ്. പാർക്കിൻസൺസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിംഗ് ഓഫ് ദി ബോഡി, പ്രൊഫ്യൂസ് സാലിവേഷൻ. ഇനി നമുക്ക് സെക്കൻഡ് കോളം നോക്കാം. സെക്കൻഡ് കോളത്തിൽ സിംറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടിന്യൂസ് മസ്കുലർ കോൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്. ഇത് ഏത് ഡിസീസിൻ്റെ സിംറ്റംസ് ആണ്? എപ്പിലെപ്സി. എപ്പിലെപ്സിയുടെ സിംറ്റംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എപ്പിലെപ്സിയുടെ കോസസ് എഴുതാം. ഇതൊക്കെയാണ് കോസസ്? കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ദി ബ്രെയിൻ. തേർഡ് വൺ അൾഷിമേഴ്സ് ആണ്. അൾഷിമേഴ്സിൻ്റെ കോസസ് അക്യുമുലേഷൻ ഓഫ് ഇൻസോൾയുബിൾ പ്രോട്ടീൻ ഇൻ ന്യൂട്രൽ ഷെൽസ് ഓഫ് ദി ബ്രെയിൻ. കൂടാതെ ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. സിംറ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇനബിലിറ്റി ടു ഡു റൂട്ടീൻ വർക്ക്സ്. കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ബയോളജി നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്